മാധ്യമരംഗത്തെ ഭീമൻ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC എക്കാലത്തെയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. സ്ഥാപനത്തെ പിടിച്ചുകുലുക്കിയ സംഭവ വികാസങ്ങളിൽ BBCയുടെ തലപ്പത്തുള്ള 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ സ്ഥാനങ്ങൾ രാജിവെച്ചിരിക്കുന്നു. BBC ഡയറക്ടർ ജനറൽ ടിം ഡേവി അതുപോലെ BBC ന്യൂസ് മേധാവി ഡെബോറ ടർണസ് എന്നിവരാണ് തങ്ങളുടെ പദവികളിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചത്. ഈ രാജിക്ക് പിന്നിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റായ ഒരു ഡോക്യുമെന്ററിയാണ്. ജനുവരി 6 ക്യാപിറ്റോൾ കലാപത്തിന് തൊട്ടു മുമ്പുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ എഡിറ്റ് ചെയ്തു എന്ന ആരോപണമാണ് ഈ പ്രതിസന്ധിക്ക് തിരികൊളുത്തിയത്. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളും തുടർന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ രൂക്ഷമായ പ്രതികരണങ്ങളും നമുക്ക് പരിശോധിക്കാം. സംഭവങ്ങളുടെ തുടക്കം BBC പുറത്തിറക്കിയ ഒരു ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടാണ്. 2021 ജനുവരി 6 അമേരിക്കൻ പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിൽ നടന്ന അതിക്രമങ്ങൾക്ക് തൊട്ടു മുമ്പ് ഡൊണാൾഡ് ട്രംപ് തന്റെ അനുയായികളോട് നടത്തിയ പ്രസംഗം ഈ പറഞ്ഞ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. സംഭവത്തിലെ പ്രധാന ആരോപണം ഇതാണ്: ഡോക്യുമെന്ററിയിലെ ചില ഭാഗങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ എഡിറ്റ് ചെയ്യപ്പെട്ടു എന്നും ട്രംപിന്റെ വാക്കുകൾക്ക് തെറ്റായ വ്യാഖ്യാനം നൽകിയെന്നും ഒരു വിഭാഗം ആളുകളും മാധ്യമങ്ങളും ആരോപിച്ചു. കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ ട്രംപിന്റെ പ്രസംഗത്തിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയെന്നും ഇത് പ്രക്ഷേപണ നിയമങ്ങളുടെ ലംഘനമാണെന്നും ആക്ഷേപമുയർന്നു. എന്തായാലും ആരോപണങ്ങൾ ശക്തമായതോടെ BBC ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. പിന്നാലെ പ്രസംഗത്തിന്റെ മുഴുവൻ ആർക്കൈവൽ ഫുട്ടേജുകളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഡോക്യുമെന്ററിയുടെ നിർമ്മാണ ശൈലി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടതിന് പിന്നാലെയാണ് BBCയുടെ ഉന്നത നേതൃത്വം രാജി പ്രഖ്യാപിച്ചത്. BBCയുടെ സാമ്പത്തികവും ഭരണപരവുമായ എല്ലാ കാര്യങ്ങളുടെയും ചുമതല വഹിക്കുന്ന ഡയറക്ടർ ജനറൽ ടിം ഡേവിയും സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ BBC ന്യൂസിന്റെ മേധാവി ഡെബോറ ടർണസും സ്ഥാനമൊഴിഞ്ഞു. ശരിക്കും മാധ്യമരംഗത്ത് ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. ഈ രാജിക്ക് പിന്നിലെ കാരണങ്ങൾ BBC നേരിടുന്ന എത്തിക്കൽ ക്രൈസിസിനെ, അതായത് ധാർമ്മിക പ്രതിസന്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. BBCയുടെ വിശ്വാസ്യതയും അതുപോലെ നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം രാജിപ്രഖ്യാപന വേളയിൽ ടിം ഡേവി എടുത്തു പറഞ്ഞു. സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ താൻ സ്ഥാനം ഒഴിയുകയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ന്യൂസ് വിഭാഗത്തിന്റെ തലപ്പത്തിരുന്ന് ഈ വിവാദപരമായ ഡോക്യുമെന്ററിക്ക് മേൽനോട്ടം വഹിച്ചു എന്ന ആരോപണമാണ് ഡെബോറ ടർണസിന് നേരിടേണ്ടി വന്നത്. മാധ്യമ നിഷ്പക്ഷതയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സ്ഥാപനത്തിന്റെ നന്മയ്ക്കായി രാജിവെക്കുന്നുവെന്നും അവരും വ്യക്തമാക്കി. എന്തായാലും ഈ രാജി വാർത്തയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു. വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം BBC ഉദ്യോഗസ്ഥരെ വിമർശിച്ചത്. BBC എക്സിക്യൂട്ടീവുകൾ രാജിവെച്ചത് നല്ല വാർത്തയാണ്. അവർ കറപ്റ്റ് ജേർണലിസ്റ്റ്, അഴിമതിക്കാരായ പത്രപ്രവർത്തകരാണ്. അവരുടെ പക്ഷപാതപരമായ വാർത്താ റിപ്പോർട്ടിങ്ങിന് കിട്ടിയ തിരിച്ചടിയാണ് ഈ രാജി. ട്രംപിന്റെ ഈ പ്രസ്താവന BBC വേഴ്സസ് ട്രംപ് എന്ന നിലയിലുള്ള മാധ്യമ രാഷ്ട്രീയ പോരാട്ടം വീണ്ടും ആളി കത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ BBC തനിക്കെതിരെ നിരന്തരം പക്ഷപാതപരമായ വാർത്തകൾ നൽകുന്നുവെന്ന് ട്രംപ് നേരത്തെയും ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഈ രാജി തന്റെ ആരോപണങ്ങൾ ശരിയായിരുന്നു എന്നതിന്റെ തെളിവായിട്ടാണ് ട്രംപ് സൂചിപ്പിക്കുന്നതും കാണുന്നതും. BBCയുടെ വിശ്വാസ്യത ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് നിർണായകമാണ്. ഉന്നത തലത്തിലുള്ള ഈ രാജി സ്ഥാപനത്തിന്റെ വീഴ്ചയായി കണക്കാക്കാതെ ശുദ്ധീകരണത്തിനുള്ള ഒരു അവസരമായി കാണാനാണ് പലരും ആഗ്രഹിക്കുന്നത്. ട്രംപിന്റെ പ്രസംഗത്തിൽ എഡിറ്റിംഗിൽ പിഴവുണ്ടായോ അതോ മനഃപൂർവ്വമായി ചെയ്തതോ എന്ന ചോദ്യങ്ങൾ ഇന്നും ബാക്കിയാണ്. എന്തായാലും BBCയുടെ പ്രതിസന്ധി ലോക മാധ്യമ ചരിത്രത്തിൽ ഒരു പ്രധാന ഏടായി അടയാളപ്പെടുത്തും. BBCയുടെ ഈ രാജി മാധ്യമരംഗത്ത് എന്ത് മാറ്റം കൊണ്ടുവരുമെന്ന് കണ്ടു തന്നെ അറിയണം.